തീർച്ചയായിട്ടും അങ്കിൾ ഒരുപാട് പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സിനിമകളുടെ പിന്നിലും അങ്കിളുടെ ഒരു വലിയ കൈയുണ്ട്. അതായത് റീ റെക്കോർഡിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എത്രയോ സിനിമകൾക്ക് അങ്കിൾ ചെയ്തിട്ടുണ്ട്. അതിൽ ചാണക്യൻ എന്ന് പറഞ്ഞ സിനിമ, ചാണക്യൻ കമൽ സാറിൻ്റെ ഫിലിം, അതിലൊരു തീം മ്യൂസിക് ഉണ്ട്. അത് ഇങ്ങനെ അതെന്ന് വെച്ചാൽ നമ്മൾ ഈ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ കമലഹാസൻ ഒരാളെ പിന്നെ വകവരുത്താൻ പോകുന്നൊരു സീനാണ്. അത് ഈ അദ്ദേഹത്തിൻ്റെ വണ്ടി ഇങ്ങനെ വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ അറിയാം വണ്ടി വരുന്നു അല്ലെങ്കിൽ അദ്ദേഹം വരുന്നു. അത് അത്രയും ക്ലിക്കായി. അതുപോലെ തന്നെ ഇന്നലെ എന്ന് പറഞ്ഞൊരു ഫിലിം, അത് പത്മരാജൻ സാറിൻ്റെ ഒരു ഫിലിമായിരുന്നു. അതിലും നല്ല റീ റെക്കോർഡിംഗ് ആയിരുന്നു. എനിക്കൊരു റീ റെക്കോർഡിങ് ചെയ്യാനായിട്ടൊരു ടെക്നിക്കലി ഓഫ് കോഴ്സ് നോളജ് വേണം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമുക്ക് ഈ മാനുഷികമായിട്ടുള്ള വികാരങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അനുഭവങ്ങൾ വേണം. അത് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വേണം ശരിക്കും. അങ്കിളുടെ എനിക്കൊരു ചെറിയ സാമ്പിൾ എനിക്ക് അറിയാം റീ റെക്കോർഡിങ്ങിന്റെ പിന്നിൽ എത്ര. ആ കണക്കിന് ഞാൻ ഐ കൺസിഡർ മൈസെൽഫ് ലക്കി. കാരണം അങ്കിളുടെ കുറേ ഫിലിംസിന് റീ റെക്കോർഡിങ് വോയിസ് തന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വന്ന് നേരെ വെളുപ്പാകാലത്ത് 3 മണി 4 മണി വരെ ചേതന സ്റ്റുഡിയോയിൽ ഇരുന്ന് വോയിസ് പാടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടു ഗ്രോ ആസ് എ സിംഗർ. അന്നൊക്കെ ശരിക്കും അങ്കിളെ ഞങ്ങളൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ, ഇങ്ങനെ ആരാധനയോടെ ബൂത്തിൽ നിന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് അങ്കിൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ. ശരിക്കും അതൊരു പക്ഷേ പലരും അറിയാത്ത ഒരു സംഭവമാണ് ഓഡിയൻസ്. അതായത് ഈ ഫിലിം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ വരുന്ന അതിലെത്ര വർക്ക് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും പലരും മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ഒരു ഫിലിം വെറുതെ പിന്നെ വിഷ്വൽ മാത്രം ഇട്ട് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യില്ല അല്ലേ? അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഒരു ഭക്ഷണത്തിൽ ഒരു ഉദാഹരണം, ഒരു മീൻകറി കഴിക്കുകയാണെന്ന് വെച്ചാൽ അതിനകത്ത് പിന്നെ മുളക് മരി എന്തൊക്കെ ഇടുമല്ലോ, എനിക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ അത് കറക്റ്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രം അത് കംപ്ലീറ്റ് ഫീൽ ചെയ്യുള്ളൂ അല്ലേ? ഫീൽ ചെയ്യുള്ളൂ. അതെ എന്ന് പറഞ്ഞ പോലെയാണ് റീ റെക്കോർഡ്. അത് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കിടക്കും. അതെന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഓഡിയൻസിന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും ശരിക്കും. അങ്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരുപാട് പറയാനുണ്ട്. കാരണം പേഴ്സണൽ കണക്ഷനുള്ള ഒരാളാകുമ്പോൾ നമുക്കൊരു സമയപരിമിതിയുടെ ഉള്ളിൽ നിർത്താന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും എനിക്കൊരു ആഗ്രഹം കൂടി, ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പ്, പക്ഷെ എന്നാലും എപ്പോഴും കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്കിളുടെ ഒരു പാട്ട് അങ്കിൾ പാടുന്നത്, MSV സാറ് പാടിയ പാട്ട്, കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവന. അത് അങ്കിള് പാടുന്ന പോലെ വേറെ ആരും പാടി ഞാൻ കേട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. വേറെ സിംഗേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ട് ചില അവസരങ്ങളിൽ വേറെ സിംഗേഴ്സ് പാടുന്നത്, പക്ഷെ അങ്കിൾ ആ പാട്ട് പാടുമ്പോൾ എന്തോ ഒരു എക്സ് ഫാക്ടർ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഡ്യുവറ്റിൽ അങ്കിൾ എന്തായാലും ആ പാട്ട് പാടണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. പ്ലീസ്. കണ്ണുനീർ തുള്ളിയേ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം.
ವ್ಯಾಸನೋ ಕಾಳಿದಾಸನೋ ಅದು ಭಾಸನೋ ಶೆಲ್ಲಿಯೋ ಶೇಕ್ಸ್ಪಿಯರೋ ವ್ಯಾಸನೋ ಕಾಳಿದಾಸನೋ ಅದು ಭಾಸನೋ ಶೆಲ್ಲಿಯೋ ಶೇಕ್ಸ್ಪಿಯರೋ അഭിനന്ദനം നിനക്ക് അഭിനന്ദനം 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 വിഷാദസാഗരമുള്ളിൽ ഇരമ്പും തുഷാര ഗൽഗത ബിന്ദു വികാരതാനനത്തേനാദനാനി തന്നാനെ ദേനനി തന്ന സ്ത്രീയൊരു വികാര വൈഡൂര ബിന്ദു സ്ത്രീയൊരു വികാര വൈഡൂര ബിന്ദു ശരിയാണ് ശരിയാണ് ആ നീർക്കുമിളിലേക്ക് നോക്കി നിന്നാൽ പ്രകൃതി മുഴുവൻ പ്രതിബിംബിക്കുന്നത് കാണാം തുടരുത് എടുത്തെറിയരുത് ഇന്ദ്രനദായുധമാക്കി ചന്ദ്രനദാനന പുൽകി വഴിയാത്രക്കിടയിൽ മനുഷ്യന മുത്തുക്കൾ വിലപേശി വിൽക്കുന്നു ഇന്നു വിലപേശി വിൽക്കുന്നു കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്ക് അഭിനന്ദനം 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 അഭിനന്ദനം. മോളെ എനിക്ക് ലിറിക്സ് ഒന്നും ഓർമ്മയില്ല, ഞാൻ എന്തൊക്കെയോ പാടി. അതൊന്നും ഒരു പ്രശ്നമേ അല്ല, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, അങ്കിൾ എന്തായാലും ഈ പാട്ട് പാടിയിട്ട് ഇവിടെ നിന്ന് പോകാൻ പാടുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്നുള്ളത് ഓഡിയൻസിന് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ഭയങ്കര രസമായിരുന്നു. അയ്യോ ഇല്ല, ഒരു ബോറും ഉണ്ടായിരുന്നില്ല. ഭയങ്കര രസമായിരുന്നു അങ്കിൾ. താങ്ക് യു സോ മച്ച്. ശരിക്കും അങ്കിളിനിപ്പോൾ ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്, ബിസിയാന്ന് അറിയാം. എന്നിട്ടും അങ്കിൾ സമയം ഉണ്ടാക്കി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അങ്കിൾ. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, അങ്കിളുടെ പോലെ തന്നെ അങ്കിളുടെ വഴിയേ അങ്കിളുടെ മകനും വരെയാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു പാട്ട് ഞാൻ പാടി, സക്കറിയുടെ ഗർഭിണികളുടെ വെയിൽച്ചില്ല എന്നുള്ള പാട്ട്. അത് ഒരുപാട് പേര് വിഷ്ണുവിനെ കുറിച്ചും വിഷ്ണുവിൻ്റെ കമ്പോസിങ് സ്റ്റൈലിനെ കുറിച്ചും മ്യൂസിഷ്യൻസ് പ്രത്യേകിച്ചും കുറേ പേര് എന്നോട് വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷം, അങ്കിളെ പോലെ തന്നെ ഒരു വളരെ ഒരു പ്രഗത്ഭനായ മ്യൂസിക് ഡയറക്ടറായിട്ട് വിഷ്ണുവിനും വളരാൻ സാധിക്കട്ടെ. എനിക്കും വളരെ സന്തോഷമുണ്ട് മോൻ്റെ കാര്യത്തിൽ. കാരണം മോനിപ്പോൾ തമിഴ് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് നന്നായി വന്നിട്ടുണ്ട് പാട്ടുകൾ. പിന്നെ എന്നെക്കാൾ നന്നായിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്കറിയില്ല, നല്ല ഐഡിയ. പക്ഷെ അങ്കിളെ പോലെ തന്നെ ഇപ്പം തീർച്ചയായിട്ടും വിഷ്ണു തുടങ്ങി. ഇപ്പം തുടക്കത്തിൽ തന്നെ വിഷ്ണു ഒരു വളരെ നല്ലൊരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വിഷ്ണു തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സത്യം പറഞ്ഞ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അങ്കിളുടെ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അഭിമാനമുണ്ട് വിഷ്ണുവിൻ്റെ കാര്യത്തിൽ. ഒരുപാട് സന്തോഷമുണ്ട് അങ്കിൾ വന്നതിലും, അങ്കിൾ ഒരു മടി കൂടാണ്ട് ഇത്രയും പാട്ടുകൾ പാടി തന്നതിലും കേട്ടോ. ശരിക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് എപ്പോഴും ഒരു അങ്കിളുടെ കൂടെ ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ് എനിക്ക്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് അങ്കിളുടെ റെക്കോർഡിങ് സെഷൻസ് ആണെങ്കിലും. എന്തായാലും ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്കിളുടെ കയ്യിൽ നിന്നും. അപ്പം ഈ ഒരു ഡ്യുവറ്റിൽ ഇപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങൾ അങ്കിൾ പറഞ്ഞു തന്നതും എനിക്കൊരു പാഠമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അങ്കിൾ പറഞ്ഞു തന്നു. എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും അങ്കിളിനും അങ്കിളുടെ കുടുംബത്തിനും അങ്കിളുടെ സംഗീതത്തിനും ദൈവം ഇനിയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡ്യുവറ്റിൽ വന്നതിൽ. താങ്ക് യു.